ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും അതുപോലെ അയില മുളകിട്ടതും എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പാൽക്കപ്പ തന്നെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലുള്ള ചെറിയ നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണ സമയത്ത് ആവശ്യത്തിന് ഉപ്പ്, അതായത് ചെറുതായിട്ടൊന്ന് ഉപ്പ് മുന്നോട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും കപ്പ കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇനിയിപ്പോൾ നാളികേരപ്പാലിൽ ഇത് വേവിച്ചെടുക്കും, ആ സമയത്ത് ഉപ്പ് കറക്റ്റ് ചെയ്തെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഒരു 1/4 ഭാഗത്തോളം തന്നെ ഈ സമയത്ത് ഇത് കുക്കായിട്ട് വന്നാൽ മതി. അതിനുശേഷം പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നാളികേരപ്പാലിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണത്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് മീനിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കാം. അതായത് അയില മുളകിട്ടതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ഇതുപോലെ അരച്ചെടുത്തിട്ട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മീൻകറിയുടെ ഗ്രേവി അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി മുറിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത കാരണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരച്ചതിന് ശേഷം ഞാനിതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി മുറിച്ചതും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി മുറിച്ചതും, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1/2 കപ്പ് ചെറിയുള്ളി മുറിച്ചത് കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം. അതുപോലെ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരികയും വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് വാളൻ പുളി, അതായത് കോൽപ്പുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയുന്ന പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് അളവിൽ തന്നെ മതി കേട്ടോ. ഇത് നന്നായിട്ട് സോക്കായിട്ട് വരട്ടെ. ഈ ഒരു മീൻകറിയിൽ നമ്മൾ കുടംപുളി അല്ല ചേർക്കുന്നത്, വാളൻപുളി തന്നെയാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഈ ഉള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി ഞാൻ നേരത്തെ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴച്ചെടുക്കണം. ഈ ഒരു പേസ്റ്റിൻ്റെ പച്ചമണം നല്ലപോലെ മാറി തന്നെ വരണം കേട്ടോ. അപ്പോഴായിരിക്കും മീൻകറിക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ആദ്യം കുറച്ച് സമയം ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറി വരാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇതിനി ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല നന്നായിട്ട് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞ് വരണ വരെ തന്നെ നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ആ ഒരു പുളി ഉണ്ടല്ലോ, അത് ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നു. ഈ പുളിവെള്ളം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴായിരിക്കും ഈ പുളിയുടെ പച്ചമണമൊക്കെ മാറി ഈ മീൻകറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പച്ചമുളക്, അതായത് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കണത്. പെട്ടെന്ന് നമ്മൾ ഫിഷ് കറിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ അത് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഗ്രേവി അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേവി എത്രയ്ക്ക് തിക്കായിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ഗ്രേവിയൊന്നും ഈ മീൻ മുളകിട്ടതിന് അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല. പിന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കുറുകിയൊക്കെ വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളും. മീനൊക്കെ കുക്കായിട്ട് വരണ ആ ഒരു സമയമാകുമ്പോഴേക്കും. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് കണ്ടില്ലേ നമ്മുടെ കപ്പ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിപ്പോൾ ഊറ്റിയെടുക്കാണ്. വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റുക. അതിനുശേഷം കപ്പ മാത്രം ഊറ്റിയെടുക്കുക. മീൻ കറിയും തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 3/4 കിലോ അയിലയാണ് കേട്ടോ. ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കണ്ടില്ലേ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ തല കളയാതെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അയില ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല, പക്ഷെ വരഞ്ഞെടുത്തിട്ടുണ്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ അയിലയും ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക്. ഒരുപാട് അങ്ങോട്ട് മുങ്ങിക്കിടക്കണമെന്നൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് മുങ്ങിക്കിടക്കണം. അതിനുശേഷം ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എപ്പോഴും ഏത് കറിയാണെന്നുണ്ടെങ്കിലും സ്ലോ കുക്കിംഗ് ആണല്ലോ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണത്. നന്നായിട്ട് തന്നെ കുക്കായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ച് വരണം. കണ്ടില്ലേ? അപ്പോൾ അയിലയൊക്കെ കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് ഒരു 10 മിനിറ്റൊക്കെ ധാരാളം. ഇനി ഇത് തുറന്നതിന് ശേഷം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ തവിയൊക്കെ ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷം ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എപ്പോഴും ഇതുപോലുള്ള അയില മുളകിട്ടതൊക്കെ തയ്യാറാക്കുമ്പോൾ ഏത് മീൻ കറിയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ തലേദിവസമൊക്കെ തയ്യാറാക്കി വെക്കുമ്പോൾ തന്നെയായിരിക്കും പിറ്റേ ദിവസത്തേക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. അല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കണം. ഞാനിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടും അവസാനം ഇതുപോലെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയില മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ തണുത്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ഞാനിതിപ്പോൾ അടച്ചു വെക്കുകയാണ്. ഇനി നമുക്ക് പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഉള്ളി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണ വരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ നാളികേരപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി കണ്ടില്ലേ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, പക്ഷെ കരിഞ്ഞു പോയരുത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു നാളികേരത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത്രയും നാളികേരപ്പാൽ എടുത്തത്. കറക്റ്റ് അളവ് പറയണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് നാളികേരപ്പാൽ. ഈ ഒരു പാൽക്കപ്പയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയും അതുപോലെ നാളികേരപ്പാലും തന്നെയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ബാക്കി ഒരു 1/4 ഭാഗത്തോളം, അതായത് നന്നായിട്ട് വേവേണ്ടത് ഈ നാളികേരപ്പാലിൽ കിടന്നിട്ടാണ്. അപ്പോഴായിരിക്കും ഈ പാൽക്കപ്പ നല്ല ടേസ്റ്റി ആയിട്ട് വരിക. അതായത് ഈ കപ്പ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും.
ഇപ്പോൾ കപ്പ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് മാഷ് ചെയ്തെടുക്കണില്ല കേട്ടോ. കുറച്ച് മാഷ് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ ചെറിയ കഷ്ണങ്ങളൊക്കെ പോലെ അതുപോലെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിനി ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തുറന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയല്ലേ ഇരിക്കണത്. പക്ഷെ ഒരുപാട് ഡ്രൈ ആവണം വരെ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാൽക്കപ്പ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരുപാടൊന്നും ഡ്രൈ ആക്കി എടുക്കണില്ല. ഇത്ര തന്നെയാണ് ഡ്രൈ ആക്കി എടുക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ പാൽക്കപ്പയും ഈ അയില മുളകിട്ടത് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ പാൽക്കപ്പ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പികളിലൊന്നാണ്. പ്രത്യേകിച്ച് കപ്പ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിട്ട് ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അവസാനം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ പാൽക്കപ്പ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കും തോറും അത്യാവശ്യം ഒന്നും കൂടിയും ഡ്രൈ ആയിട്ട് വന്നോളും. പക്ഷേ നാളികേരപ്പാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത കാരണം ഇത് ഓവറായിട്ടൊന്നും ഡ്രൈ ആയിട്ട് ഇരിക്കില്ല കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. അപ്പോൾ ഞാനിനി ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു നാളികേരപ്പാലിൻ്റെ ഫ്ലേവറും അതുപോലെ ആ ഒരു ചെറിയുള്ളിയുടെ ഫ്ലേവറും തന്നെയാണ് ഇതിനെ കൂടുതൽ സ്പെഷ്യലായിട്ട് മാറ്റണത് കേട്ടോ. ഇപ്പോൾ ഞാനിതൊന്ന് പച്ചമുളകും ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അയില മുളകിട്ടതും നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളകിട്ടത് തന്നെയാണ് കേട്ടോ. അതായത് അയില മുളകിട്ടത് തന്നെയാണിത്. ഈ പാൽക്കപ്പയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത്ര ഗ്രേവി മതി കേട്ടോ. ഒരുപാട് ഗ്രേവി ആയിട്ട് എടുത്തു കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ട് വരില്ല അത്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും അതുപോലെ അയല മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടെ. എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ കപ്പയുടെയും അതുപോലെ മീൻകറിയുടെയും പല വെറൈറ്റി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ട്ടോ. അതിൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.